കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ച BMW E30 M3 ഡ്രിഫ്റ്റ് കാറിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം വലിയൊരു ബോക്സ് ഒക്കെ തന്നെയാണ്. ഇതിന് നമുക്ക് ബോക്സിന്റെ പുറത്തോട്ട് വരികയാണെങ്കിലേ നല്ല ഗ്ലേസിംഗ് ഒരു ബോക്സ് ഒക്കെയാ. റെട്രോ എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഇവിടെ ഒരു BMW E30 M3യുടെ ഒരു ഓൾഡ് മോഡൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വൈറ്റ് കളർ ഉണ്ട്. നമ്മുടെ ഐറ്റം വരുന്നത് വൈറ്റ് കളറാണ്, നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. വേറെയും ടൈപ്പ് ഡ്രിഫ്റ്റ് കാർ ഇവര് അവൈലബിൾ ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇവര് എഴുതിയേക്കുന്നത് 4-wheel ഡ്രൈവ് ആണ്, 2.4 GHz കൺട്രോൾ ആണ്. പിന്നെ ഇതിനകത്ത് ഡ്രിഫ്റ്റ് കാര്യങ്ങൾ ലൈറ്റ് വരുന്നുണ്ട്. ഇത് പുതിയ മോഡലാണ്, ഇവരെ പഴയതെന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ മോഡലാണ്. ഇതിനകത്ത് ഇവര് അപ്ഗ്രേഡ് 7 കളേഴ്സ്, ഇതിന്റെ താഴെ വരുന്ന LED ലൈറ്റ് ഇവര് 7 കളറിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തത് ഒരു 4 ഡ്രിഫ്റ്റ് കോണും പിന്നെ ഡ്രിഫ്റ്റ് ടയറും അത് ചേഞ്ച് ചെയ്യാനുള്ള ടൂളും ഉണ്ട്. അത് ഇതിൽ അവൈലബിൾ ആണെന്നാണ് അവർ ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇതിന്റെ റിമോട്ടിന് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, എന്താണ് റിമോട്ട്, കളേഴ്സ്, കാര്യങ്ങൾ, പുതിയ ബട്ടൺസ്. പഴയതിൽ ഇങ്ങനത്തെ ബട്ടൺസ് ഒന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ പുതിയ മോഡലിൽ വന്നാണ്. അതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റെഡും അടിപൊളിയാണ്, വൈറ്റും അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നണ്ടിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, RCN ഡൈകാസ്റ്റ്. അതിനകത്ത് നമ്മൾ ഇതിന്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. അതുപോലെ അതിനകത്ത് നമുക്കൊരു ചാനൽ ഉണ്ട്, പിന്നെ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ RC കാറുകളുടെയും വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, വീഡിയോ കാണുക ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ അവിടെ ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എന്തായാലും ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ അടുത്ത് വേറെയും ഡ്രിഫ്റ്റ് കാറൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ വരും. ഇതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ചാനലിനകത്തും അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒന്ന് കണക്ട് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പം ആദ്യം നെയിലെടുത്ത് തുറന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് പക്ഷേ ഇതാണ് ഐറ്റം വരുന്നത്. ബോക്സിൽ വേറെ ഒന്നുമില്ല, അപ്പൊ നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. നല്ലൊരു അടിപൊളി വൈറ്റ് കളർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി മോഡൽ കണ്ടിട്ട് നല്ല ക്വാളിറ്റി ആണ്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പക്ഷെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ കൂടെ ഒരു 4 ഡ്രിഫ്റ്റ് കോൺ കാണുന്നുണ്ട്, ഡ്രിഫ്റ്റ് ടയർ ഉണ്ട്. ഇതിൽ ഓൾറെഡി ഒരു ടയർ ഉണ്ട്, അത് നോർമൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഡ്രിഫ്റ്റ് ആയിട്ടുള്ള 4 ടയർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അത് ചേഞ്ച് ചെയ്യാനുള്ള ടൂള്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ റിമോട്ട്, പിന്നെ ഒരു ബോക്സ്, ഇത്രയും കാര്യങ്ങൾ ഉള്ളൂ കേട്ടോ. ആദ്യം തുറന്ന് നോക്കുന്നത് എന്താ ബാറ്ററി ആയിട്ട് മിക്കവാറും ബാറ്ററി സെപ്പറേറ്റിൽ വരിക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫസ്റ്റ് ചാർജ് ചെയ്തിട്ട് വേണം നിങ്ങൾ വെഹിക്കിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്, ബാറ്ററി കാര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ചാർജർ സാധാ USB കൊടുക്കുന്ന രീതിയിൽ ഇത്ര ഇതിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ കിടക്കട്ടെ. റിമോട്ട് നല്ലൊരു അടിപൊളി റിമോട്ട് തന്നെയാണ്, ഗൺ ടൈപ്പ് വരുന്നത്. ഇതിന്റെ സ്റ്റിയറിങ് വേറെ ടൈപ്പ്, സാധാരണ എല്ലായിടത്തും സെന്ററിലുണ്ടാവില്ല, കുറച്ച് മേലിൽ കേട്ടോ. കുഴപ്പമില്ല, ഒരു അത്യാവശ്യം നല്ലൊരു ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ത്രോട്ടില് സ്മൂത്ത് തന്നെയാണ്. പ്രൊപ്പോർഷണൽ ആണോ അല്ലേ അറിയില്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയാണ് ബാറ്ററി കമ്പാർട്ട്മെന്റ് വരുന്നത്. എത്രയാ ബാറ്ററി എന്നുള്ളത് ജസ്റ്റ് നോക്കാം. 3 AAA ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. 3 AAA ബാറ്ററിയാണ് ഇതിന് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം, മാറ്റി വെക്കട്ടെ. പിന്നെ എന്താ പറയാ, ഇതിന്റെ ഡ്രിഫ്റ്റ് ടയർ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, തുറന്നെടുക്കാം. ജസ്റ്റ് ഇവിടുന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും. ഇത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഡ്രിഫ്റ്റ് കോണ്, 4 ഡ്രിഫ്റ്റ് കോണ്. പിന്നെ ഇതിന്റെ ഡ്രിഫ്റ്റ് ടയർ ഭയങ്കര എന്താ പറയാ, നല്ല പ്ലാസ്റ്റിക് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഭയങ്കര സുഖത്തിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സാധനമാണ്. അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നല്ല അടിപൊളി സാധനം. പിന്നെ ഇതാണ് ഇതിന്റെ ടൂള്. ഒറ്റ സൈഡിലത് വരുന്നുള്ളൂ, ഈ ടയർ ചേഞ്ച് ആക്കാനുള്ള. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം,
കാർ ഊരിയെടുക്കാൻ എനിക്ക് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് ജസ്റ്റ് ഇതിങ്ങനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇതിനയച്ചു പോരും. നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ചേഞ്ച് ആക്കുന്നില്ല. ഇതാണ് ഐറ്റം വരുന്നത്. ഫ്രണ്ടില് ആസ് യൂഷ്വൽ BMW ഗ്രില്ല് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ 2 ലൈറ്റ് വരുന്നുണ്ട്. ലോഗോ ഇല്ല കേട്ടോ മേളില്. പിന്നെ ഡേറ്റ്സ് എന്ന പേര്, ഇൻഡിക്കേറ്ററിനൊക്കെ ലൈറ്റിന്റെ അതേപോലെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡ് കളറ് എന്താ പറയുക അലൈവിൽ വരുന്നുണ്ട്. ഒരു മെറ്റൽ ടൈപ്പ് ബോൾട്ടാണ് ഇത് യൂസ് ചെയ്യാനുള്ളത്, പ്ലാസ്റ്റിക് അല്ല. ഇത് അത്യാവശ്യം റബ്ബർ ആയിട്ടുള്ള നല്ല ടയറായിട്ട് അതിന് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണ്, അല്ലാതെ മെറ്റൽ അല്ല. ഓക്കെ, ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു ബ്രേക്ക് ലൈറ്റിന്റെ സംഭവം കാണുന്നുണ്ട്. വർക്കിംഗ് ആണോ അറിയില്ല, ഒറിജിനൽ ഉണ്ട്. ബാക്കി എക്സോസ്റ്റിന്റെ ഒക്കെ ഒരു രൂപരേഖ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ BMW ഈ 3 ലൈൻ കളറ് ഇത് ഭയങ്കര, അതുകൊണ്ട് വൈറ്റിന് ഭയങ്കര ഭംഗിയുണ്ട്. ആക്ച്വലി ആ റെഡിനകത്ത് അങ്ങനെ വരുന്നില്ല. റെഡ് ഇതിനകത്ത് ഫോട്ടോ ഉണ്ട്, അതിനകത്ത് ഈ സാധനം വരുന്നില്ല. ഇതിന് വൈറ്റിനാണ് വരുന്നത്. പിന്നെ ഇതിന്റെ താഴ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എന്താ പറയാ, ഇത് ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂൺ ചെയ്ത് വെക്കാനുള്ളത് ഫ്രണ്ടിലെ വീല്. പിന്നെ ബാറ്ററി കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് എന്തൊക്കെയാണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. ഇവിടെയാണ് 2 ലൈറ്റിന്റെ സ്ട്രിപ്പ് വരുന്നുണ്ട്, LED ലൈറ്റിന്റെ. നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി കമ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്തപ്പം ജസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതെന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഇത് ജസ്റ്റ് ഈ സൈഡിൽ കൊണ്ട് ഇങ്ങനെ കറക്റ്റ് നിൽക്കും കേട്ടോ. ചിലതിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാറ്ററി നിൽക്കാൻ. ഇതെന്തോ ഇതിങ്ങനെ ബാറ്ററി ഈ സൈഡിൽ അങ്ങ് ഇറങ്ങി നിൽക്കും, ഈ സൈഡിൽ ഫ്രീ ഉണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു. എന്താ ചെയ്യുക, നമ്മളിത് ക്ലോസ് ചെയ്തു. ഇതൊരു സൈഡിലോട്ട് മാറ്റണം, ഇല്ലെങ്കിൽ ഇത് അടക്കുന്ന കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ചില സമയത്ത് അത് ബുദ്ധിമുട്ടാണ് കേട്ടോ, രണ്ടും പറയണല്ലോ. ഓക്കെ, ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് ഓക്കെ. പിന്നെ ഞാൻ ഇതിൽ നോട്ട് ചെയ്തൊരു സാധനം വെച്ചാൽ ഇതിന്റെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ റബ്ബറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു അടിപൊളി ഐഡിയ ആണ്. കാരണം വെച്ചാൽ ഇത് ആക്ച്വലി ഡ്രിഫ്റ്റ് കാറാണല്ലോ. നമ്മളിത് എവിടെ നോക്കാതെ അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്യും, എവിടെയെങ്കിലും പോയി ഇടിക്കും, പൊട്ടും, അങ്ങനെയാണ് ഉണ്ടാവാറ്. ഇത് റബ്ബർ ആയതുകൊണ്ട് പൊട്ടിയാലും എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാലും തിരിച്ച് പഴയ പോലെ വരും. അതുകൊണ്ട് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. മേളില് എന്താ പറയാ, സൺറൂഫിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാക്ക് ആണ്, അതുകൊണ്ട് ഉള്ളിലോട്ടൊന്നും കാണാൻ പറ്റില്ല. ബാക്കി ഡോർ ഓപ്പണിങ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പ്ലാസ്റ്റിക് അത് ഭയങ്കര അടിപൊളിയാട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ആക്കി നോക്കാം. ഓൺ ചെയ്തപ്പോൾ ഇവിടെ റെഡ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റിമോട്ട് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ റിമോട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റിമോട്ട് സെറ്റപ്പ് ചെയ്യാം. എടുത്തു. 3 ഡബിൾ ബാറ്ററി, ട്രിപ്പിൾ ബാറ്ററി ആണ് കേട്ടോ ഇതിന് വരുന്നത്. ഓക്കെ, 3 ബാറ്ററി ഇട്ടു, ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. ഓക്കെ, ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓണാണ് ബൈ ഡിഫോൾട്ട്. ഞാൻ ഓൺ ആക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോ ബൈ ഡിഫോൾട്ട് ഓണാണ്. നമുക്ക് ഓഫ് ആക്കിയാൽ ഓഫ്. നമുക്കിവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട്, TX എന്നും പറഞ്ഞിട്ട്, RX എന്ന് പറഞ്ഞിട്ട് റെഡും ഉണ്ട്. നമ്മൾ BM ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി അപ്പോൾ അവിടെ കണക്റ്റ് ആയപ്പോൾ ഈ റെഡ് ബ്ലിങ്ക് ചെയ്യുന്നത് നിന്നു. ഓക്കെ, ഇനി ഞാൻ ത്രോട്ടിൽ കൊടുത്ത് നോക്കാം. സൗണ്ട് രക്ഷയില്ല കേട്ടോ. ഇനി ഫ്രണ്ടില് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടാവും. 2 കളറാണ്. ഒരു ഫസ്റ്റില് ഇത് ഒരു ഓറഞ്ച് റെഡ് കളറ്, രണ്ടാമത്തത് വൈറ്റ് കളറ്. അതുപോലെ തന്നെ താഴെ റെഡ് ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഉണ്ടോ, വണ്ടിയുടെ ഒരു താഴ് ഭാഗം രസം ഉണ്ടാവും. ഈ ബാക്കിലുണ്ട്, പക്ഷെ ഫ്രണ്ടിലോട്ട് കൊടുക്കുമ്പോഴില്ല. റിവേഴ്സ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കത്തി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ലൈറ്റ് ഫങ്ഷനാലിറ്റി ഒന്ന് നോക്കാം. ഇവിടെ ലൈറ്റിന്റെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഓക്കെ, അത് പ്രസ് ചെയ്ത് തരാം. എല്ലാം അങ്ങ് ഓഫ് ചെയ്യും. ഒന്ന് ബ്ലിങ്ക് ആയിട്ട് ഒന്ന് ഓഫായി. ഒന്നുകൂടെ പ്രസ് ചെയ്തു.
അപ്പം റെഡ് കത്തി. കളർ ചേഞ്ച് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു മോഡ് ഉണ്ട്. മോഡ് സ്വിച്ച് ചെക്ക് ചെയ്തു. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഒരു മോഡും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ലൈറ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓഫ് ആവും. പിന്നെ നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യില്ല. സെയിം ടൈം ഇപ്പുറത്ത് നമുക്കൊരു ലൈറ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വർക്കിംഗ് ആയി. നമ്മൾ ഫ്രണ്ട് തോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ലൈറ്റ്, ബാക്കിലെ ലൈറ്റ്, അതുപോലെ താഴെ മോഡ് സ്വിച്ച് ഉണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ റെഡ് ആയിരുന്നു, ഇപ്പൊ ഗ്രീൻ ആയി. ഇപ്പൊ രണ്ടാമത്തെ കളർ കേട്ടോ, ബ്ലൂ ആയി 3. ഇതൊരു യെല്ലോ ഓറഞ്ച് കളറ്, ഇപ്പൊ 4 ആയി, 5, 6, 7, 8. തിരിച്ച് റെഡ് തന്നെ ആയി. ഇത് നമ്മളാണ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്രീൻ വേണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ആക്കാം. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്ലൂ ആക്കാം, നമുക്ക് ചേഞ്ച് ആക്കാം, ചേഞ്ച് ആക്കാം, ചേഞ്ച് ആക്കാം, ചേഞ്ച് ആക്കാം. ഇതാണ്. ഇനി ഒരു THDR എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്. ഇത് അടുത്തൊരു സാധനം ഇപ്പൊ കണ്ടെത്തിയതാണ്. ബാക്ക് ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. നമ്മളിപ്പം എന്താ പറയാ, റൈറ്റ് സൈഡിലോട്ട് തിരിച്ചു. അപ്പം ബാക്കിലെ റൈറ്റ് സൈഡിലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റർ പോലെ വർക്ക് ചെയ്യുന്നു. അപ്പുറത്തോട്ട് തിരിച്ചപ്പോൾ അപ്പുറത്ത് വർക്ക് ചെയ്യുന്നു. ഇത് പ്രൊപ്പോർഷണൽ അല്ല കേട്ടോ, സിംഗിൾ ടേണിംഗ് ആണ്. അങ്ങനെ ഡ്രിഫ്റ്റിന് അതല്ലേ, അത്യാവശ്യം നല്ല ടേണിംഗ് ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, ഈ സമയത്ത് പക്ഷെ ഫ്രണ്ടില് ലൈറ്റ് ഒന്നും ബ്ലിങ്ക് ആവുന്നില്ല, ബാക്കിലെ ലൈറ്റ് മാത്രമാണ് കേട്ടോ ബ്ലിങ്ക് ആവുന്നത്. ഏത് സൈഡിലോട്ടാണോ തിരിക്കുന്നത് ആ സൈഡിലെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ആണ് ഇതിന്റെ സ്പീഡ്. 4 വീലും ആണ്, 4 വീലും ഉണ്ടാവും. പിന്നെ ഇതിന് ബ്രേക്കും ഉണ്ട്. ബ്രേക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫ്രണ്ടിലോട്ട് നല്ലോണം പ്രസ് ചെയ്ത് നമുക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് നല്ലോണം മൂവ് ആവും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാക്കോട്ട് ഉള്ള ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി സഡൻ ബ്രേക്ക് ആവും. അല്ലോ ഉണ്ടോ? അതായത് ഒരു ചെറിയൊരു സെക്കൻഡേ നിൽക്കുള്ളൂ. അതായത് ഫ്രണ്ടിലോട്ട് കൊടുത്തു ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ആയിട്ട് പിന്നെ തിരിച്ച്. ഡ്രിഫ്റ്റിന് അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് വരുന്നത്. ഇനി ഇവിടെ ഒരു മോഡ് ഉണ്ട്, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ആക്ച്വലി എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇതിന്റെ ബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വേറെ മാനുവൽ ഒന്നുമില്ല, ബോക്സിന്റെ പുറത്ത് ഒന്നും കാണുന്നില്ല. അതൊന്ന് ഓഫ് ചെയ്ത് നോക്കട്ടോ. റിമോട്ട് ഇല്ലേ, നമ്മൾ ചിലപ്പോൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പോകും. റിമോട്ടിന്റെ പുറത്ത് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഇതിന്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ഉണ്ട്, അത് സ്പീഡ് ഡൗൺ ചെയ്യാനാണ്. ട്രിം ഡൗൺ ദ സ്പീഡ് ഓഫ് ദ കാർ, അങ്ങനെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പുറത്തുള്ളത് സ്പീഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി ഡ്രൈവ് നമുക്ക് വണ്ടി താഴെ വെച്ച് കഴിഞ്ഞാലേ പറക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓണാക്കി കണക്റ്റ് ആയി. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് സ്പീഡിന് പ്രൊപ്പോർഷണൽ ഉണ്ട്. അതായത് നമ്മൾ പയ്യെ കൊടുത്തു കഴിഞ്ഞാല് ഉണ്ടാവും, വണ്ടി പയ്യെ മൂവ് ആവുന്നുള്ളൂ. സ്പീഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡിൽ മൂവ് ആവും. കാണുന്നുണ്ട് വിചാരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സ്പീഡിൻ്റെത്. ഞാൻ ഇതിന്മേൽ സ്പീഡ് കൺട്രോൾ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്ക്. അതായത് വണ്ടി ഇപ്പം ഏറ്റവും ലോ സ്പീഡിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ ഇത് മാക്സിമം പ്രസ് ചെയ്തിട്ടാണുള്ളത്. ഫുൾ സ്പീഡ് കിട്ടു പവർ. അത്
അതിൻ്റെ ഫുൾ സ്പീഡ് വരുന്നു. നമ്മൾ മാക്സിമം കുറച്ചിട്ട് വെക്കാം. ഡ്രിഫ്റ്റിന് നല്ല സ്പീഡ്, അത്യാവശ്യം നല്ല സ്പീഡിലോട്ട് അത് കയറുന്നുണ്ട് കേട്ടോ. ഇത് പ്രസ് ചെയ്യുന്ന നേരം നല്ല സ്പീഡിലോട്ട് അത് കയറുന്നുണ്ട്. ഏറെക്കുറെ ഇതാണ് ഇതിന്റെ വിശേഷങ്ങൾ. ഇനി ഇത് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം. ഇവിടുന്ന് ചിലപ്പോൾ താഴെ വീണ് കഴിഞ്ഞാലേ പണി കിട്ടും. ഇപ്പൊ ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്ന നോർമൽ ടയർ വെച്ചിട്ടാണ്. നോർമൽ ടയറിൽ തന്നെ അത്യാവശ്യം നല്ല ഡ്രിഫ്റ്റിങ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് ഈ ടയർ ഊരിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ഡ്രിഫ്റ്റ് ടയർ ഇടാം. ഇപ്പോൾ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ജസ്റ്റ് ഈ ടൂൾ വെച്ചിട്ട് തിരിച്ചെടുക്കാവുന്നതാണ്. ടയർ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു വാഷറുണ്ട്, ചെറിയൊരു വാഷർ. അപ്പോൾ അത് കീപ്പ് ചെയ്യണം, കാരണം അടുത്ത ടയർ ഇടുമ്പോൾ ആവശ്യമുണ്ട്. അടുത്ത ടയർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. അതിന് ആക്ച്വലി ഗോൾഡൻ അലോയ് ഒന്നും ഇല്ല കേട്ടോ. അതിനും കൂടെ അതുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ജസ്റ്റ് ആ ടൂളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ സ്ക്രൂ കുടുങ്ങിയെടുക്കുന്നത്. ജസ്റ്റ് തിരിച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ 4 ടയറും നമ്മളങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ഡ്രിഫ്റ്റ് ടയറാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയർ തന്നെയാണ് വരുന്നത്. അത് ഡ്രിഫ്റ്റിന് വേണ്ടിയിട്ട് പക്ക പ്ലാസ്റ്റിക്കിൽ ഭയങ്കര സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ടൈറ്റ് ആക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ 4 ടയറും ഇത് ഡ്രിഫ്റ്റ് ടയർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ളൂ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.